നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇടതു മുന്നണി ഏതാണ്ട് അവരുടെ സാധ്യതാ പട്ടികയൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സാധ്യതാ പട്ടിക ഏതാണ്ട് തെളിഞ്ഞു വന്നു. BJPയും അവരുടെ അവസാന ലാപ്പിലേക്ക് അവർ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. ഇവിടെ കൊട്ടാരക്കര മണ്ഡലം വളരെ ശ്രദ്ധേയമാകുന്നുണ്ട്. കാരണം കൊട്ടാരക്കരയിൽ സിറ്റിംഗ് MLA KN ബാലഗോപാല നിലവിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അവിടേക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ തവണ മത്സരിച്ച രശ്മി ഇത്തവണ BJP പാളയത്തിലേക്ക് പോയി. നേരത്തെ CPM-നൊപ്പം മത്സരിച്ച് നിന്നിരുന്ന ഐഷ പോറ്റി ഇത്തവണ കോൺഗ്രസ് പാളയത്തിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലെ വോട്ടുകൾ കൂടി ഇപ്പോൾ പിടിച്ചെടുക്കാൻ പോകുന്നത് ഐഷ പോറ്റിയാണോ അതോ രശ്മിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. BJPക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതുകൂടി ഈ പറയുന്ന രശ്മി പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുന്നത് LDF-നായിരിക്കും. കാരണം ബാലകൃഷ്ണ പിള്ളയുടെ മണ്ഡലം എന്നറിയപ്പെടുന്ന കൊട്ടാരക്കര പിന്നീട് പതിയെ CPM കൈയടക്കുമായിരുന്നു. അത് ഈ ഐഷ പോറ്റിയിലൂടെയാണ്. അപ്പം 3-4 തവണ നിയമസഭാ സാമാജികയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എന്നിട്ടും അധികാരത്തിനോടുള്ള ആഗ്രഹം തീർന്നില്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. എങ്ങനെ കാണാം കൊട്ടാരക്കര മണ്ഡലത്തെ? ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും എനിക്ക് തോന്നുന്നു പ്രത്യേകത, കേരളത്തിൽ ഈ മുന്നണി വിട്ട് മുന്നണി മാറാൻ യാതൊരു സങ്കോചവും ആളുകൾക്ക് ഇല്ല എന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെയൊക്കെ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ. KN ബാലഗോപാൽ CPM-ൽ നിൽക്കുന്നു, CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്നുള്ള ഒഴിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾക്ക് എല്ലാ സ്ഥാനമാനങ്ങളും നേടിക്കഴിഞ്ഞിട്ട് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് പോയി കോൺഗ്രസ് ചേരാൻ യാതൊരു മടിയില്ല. എന്നിട്ട് യാതൊരു സങ്കോചവും ഇല്ലാതെ അവിടെ തന്നെ വീണ്ടും എതിർപക്ഷത്ത് മത്സരിക്കാൻ മടിയില്ല. കഴിഞ്ഞ തവണ BJPക്ക് വേണ്ടി മത്സരിച്ച ആൾ ഇത്തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ മടിയില്ല എന്ന് പറഞ്ഞാൽ ഈ മുന്നണികളൊന്നും തമ്മിൽ യാതൊരു അയിത്തവും അറപ്പുമില്ല എന്ന് മാത്രമല്ല ഇവർ ഈ പ്രത്യക്ഷത്തിൽ പാവങ്ങളായ ജനങ്ങളെ കൊണ്ട് തമ്മിൽ തല്ലിക്കുന്ന തരത്തിലുള്ള യാതൊരു വിരോധവും പതുക്കെ കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേകത അതാണ്. അതേസമയത്ത് ഇനിയിപ്പോൾ കൊട്ടാരക്കരയുടെ ഒരു പ്രശ്നം, കൊട്ടാരക്കര യഥാർത്ഥത്തിൽ ബാലകൃഷ്ണപിള്ളയുടെ ഒരു വലിയ തലയെടുപ്പുള്ള ഒരു സാമ്രാജ്യമായിരുന്നല്ലോ. പിള്ള സാറിന് ശേഷമാണ് അവിടെ ഈ പറഞ്ഞ ഒരു CPM-ന് സ്വപ്നം കാണാനെങ്കിലും ആലോചിക്കാനെങ്കിലും പറ്റിയൊരു ആ അവസ്ഥ. ബാലകൃഷ്ണപിള്ള ആദ്യം അട്ടിമറിച്ചത് ഐഷ പോറ്റിയാണ്. അപ്പം ഐഷ പോറ്റിയിലൂടെ ആ ഓപ്പറേഷൻ CPM സാധിച്ചെടുത്തു. പിന്നെ ഐഷ പോറ്റിയുടെ ഒരു ദീർഘകാലം വന്നു. ഇപ്പോൾ ഐഷ പോറ്റിക്ക് ശേഷം KN ബാലഗോപാലിലൂടെ അത് എന്നേക്കുമായി നിലനിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ഈ 3 സ്ഥാനാർത്ഥികളുമാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ സിനുജി പറഞ്ഞതനുസരിച്ച് ഈ 3 സ്ഥാനാർത്ഥികളുമായിട്ട് വരുന്നത് എങ്കിലുള്ള സാധ്യത എന്താണ്? ഒന്നാമത്തെ കാര്യം, ഐഷ പോറ്റി എന്തൊക്കെ ആദർശം പറഞ്ഞാലും ഈ അവർക്ക് ദീർഘകാലം അധികാരത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ KN ബാലഗോപാൽ വന്നതിന് ശേഷമുള്ള ഒരു കാലത്ത് ഇവരെന്തോ പ്രതീക്ഷിക്കുന്ന പരിഗണന കിട്ടിയില്ല എന്നുള്ളൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. എന്ത് പരിഗണനയാണാവോ ആ ഒരു ജന്മത്ത് ഇനി CPM പോലെ ഒരു പാർട്ടി അവർക്ക് കൊടുക്കേണ്ടത്? അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് രാഷ്ട്രീയം മാറുന്നു. അവർ ഞാൻ കണ്ടു കമ്മിറ്റികളിൽ വിളിക്കുന്നില്ല, ഫംഗ്ഷന് വിളിക്കുന്നില്ല, ഇതൊക്കെയാണ് പരാതി. അപ്പോൾ ഒരാള് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു പാർട്ടിയിൽ ദീർഘകാലത്തെ പാരമ്പര്യമുള്ള ഒരാൾ മറുമുന്നണിയിലേക്ക് പോകുമ്പോൾ പറയാൻ രാഷ്ട്രീയം വേണ്ടേ, ആശയം വേണ്ടേ, ആദർശം വേണ്ടേ, പ്രത്യയശാസ്ത്രം വേണ്ടേ? അതൊന്നും അവരെ പറഞ്ഞതിലില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഐഷ പോറ്റിക്ക് അവിടെ ഒരു പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാകും. പിന്നെ BJPയും കോൺഗ്രസും തമ്മിൽ ദേശീയ തലത്തിൽ വലിയ ഏറ്റുമുട്ടൽ നടത്തുമ്പോൾ കേരളത്തിലാണെങ്കിൽ ഈ BJPയും കോൺഗ്രസും ഒന്നാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒത്തുകളിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ അവർ ഈ കുളിമുറിയിൽ ഒരുമിച്ച് കുളിക്കുന്നു എന്ന ആരോപണം CPM-ഉം ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ബലം നൽകുന്ന ഒരു പോക്കാണ് രശ്മിയുടെ പോക്ക്. രശ്മി പോയി അപ്പുറത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നു എന്ന് പറഞ്ഞാൽ BJPയും കോൺഗ്രസും ദേശീയ തലത്തിൽ ഈ പറയുന്ന ശത്രുതയൊന്നും കേരളത്തിൽ പലപ്പോഴും ഇല്ല എന്നതിൻ്റെ തെളിവാണല്ലോ. ഇത് രണ്ടും CPM-ന് ഗുണം ചെയ്യുന്ന പോയിന്റുകളാണ്. എന്നുവെച്ചാൽ CPM ഈ ഐഷ പോറ്റി ആയാലും രശ്മി ആയാലും അറിഞ്ഞോ അറിയാതെയോ CPM-ന് ബലം നൽകുന്ന ഒരു പോയിന്റാണ്. CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി KN ബാലഗോപാൽ തന്നെ മത്സരിക്കുകയാണെങ്കിലുള്ള പ്ലസ് പോയിന്റ് ഒരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് തുടർച്ച കിട്ടാൻ, മാത്രമല്ല 3ാം തവണയും ഇദ്ദേഹം പിണറായി വീണ്ടും വരുമെന്നൊക്കെയുള്ള പ്രതീക്ഷയുള്ള സമയത്ത് ഒരു മന്ത്രിയുടെ ഗ്ലാമറോടുകൂടി മത്സരിക്കുന്നു. അത് മണ്ഡലത്തിന് ഗുണം ചെയ്യുന്ന പ്രതീക്ഷയുണ്ടാകുന്നു. എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ ഈ ടേമിൽ കൊട്ടാരക്കര മണ്ഡലത്തിന് ഗുണം ചെയ്തു എന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു പ്രതീക്ഷയോടെ ഒരു മന്ത്രി പരിവേഷത്തോടു കൂടി മത്സരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ഈ മന്ത്രിസഭയിൽ എന്തൊക്കെ പറഞ്ഞാലും പൊതുജീവിതത്തിൽ ഇതുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം
മോശം വാക്കുകൾ പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു സംശുദ്ധമായ സംസ്കാരത്തോടു കൂടി പെരുമാറുന്ന ഒരു ശീലം ബാലഗോപാലിനുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഏതെങ്കിലും തരത്തിൽ ഒരു ഷെയ്ഡി ആയിട്ടുള്ള ഇഷ്യൂസിലൊന്നും അഴിമതിയോ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ധനകാര്യമന്ത്രി ആയിരുന്നിട്ട് കൂടി കേരളത്തിൽ എന്നും ദുഷ്പേര് കേൾപ്പിച്ച വകുപ്പാണല്ലോ. അപ്പോൾ ആ വകുപ്പിൻ്റെ പെർഫോമൻസ് എങ്ങനെ എന്നതിലേറെ ആ വകുപ്പിൻ്റെ പേരിൽ പിണറായി മന്ത്രിസഭയ്ക്ക് ദുഷ്പേരൊന്നും KN ബാലഗോപാൽ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നോക്കിയാലും KN ബാലഗോപാൽ ഇപ്പോൾ ഇത്തവണ കൊട്ടാരക്കരയിൽ മത്സരിക്കുമ്പോൾ മെറിറ്റിലേറെ അപ്പുറത്തുള്ള 2 സ്ഥാനാർത്ഥികളുടെ ഡീമെറിറ്റ് കൊണ്ട് ഈസി വാക്ക് ഓവർ പോലെ കൊട്ടാരക്കരയിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് KN ബാലഗോപാലാണെങ്കിൽ ജയിച്ചു വരാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതെ, സാറ് പറഞ്ഞത് ശരിവെക്കുന്ന രീതിയാണ് പൊതുവേ നമുക്ക് കിട്ടുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഒരു കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ ഈ പ്രാവശ്യം ജയിക്കുന്നതിന് വേണ്ടിയുള്ള പണി പാടൊക്കെ പെടുന്നു. നിങ്ങൾ കാണിക്കുന്നതിനകത്ത് ജനത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്ന പല കാര്യങ്ങൾക്കകത്തും തീരുമാനങ്ങൾ എടുത്തതിനകത്ത് കൃത്യമാണെന്ന് ആ തീരുമാനം എന്ന് കാണിച്ചിട്ടുള്ള ഒരു നേതാവ് ആയിരുന്നു സതീശൻ എന്ന് അൻവറിൻ്റെ കാര്യത്തിലും മറ്റു പല കാര്യത്തിലും ഒക്കെ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ഈ ആക്രി വറക്കാനും കുപ്പ ഇറക്കാനും ഒക്കെ നടക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഈ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ്സുകാർ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒന്നിൽ കൂടുതൽ ഒരുപക്ഷെ 2, 3, 4 സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചാൽ പോലും വീണ്ടും അധികമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ആയാലും കൂടെ CPM ആയാലും ഉള്ള അവർക്ക് അതിൻ്റെതായിട്ടുള്ള വളർച്ചയുണ്ട്. BJPക്ക് ഉള്ള ആ കാര്യത്തിൽ 147 മണ്ഡലത്തിൽ അല്ലെങ്കിൽ 147 മണ്ഡലത്തിൽ ജനമറിയാവുന്ന സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പാർട്ടി. ബാക്കി ഇവർക്ക് 2 ആവശ്യം പോലെയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെയുള്ളപ്പോൾ ഈ പാർട്ടിയുടെ 10 കൊല്ലം ഈ പാർട്ടിയുടെ മോശം അവസ്ഥയിൽ കൂടെ നിൽക്കുന്ന സമയത്ത് ആ കോൺഗ്രസിൻ്റെ അതാത് പ്രദേശത്തുള്ള ആൾക്കാരെ അല്ലെങ്കിൽ പരിഗണിക്കാതെ ഇപ്പം ESൻ്റെ സെക്രട്ടറിയെ പരിഗണിക്കുന്നു, പിന്നെ നമ്മുടെ ലേയുടെ പേരെന്തോ മറ്റേ ശശിയെ പരിഗണിക്കുന്നു, പിന്നെ ഈ പറഞ്ഞ കൊട്ടാരക്കര പോറ്റിയെ പരിഗണിക്കുന്നു. അപ്പം ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് എൻ്റെ യഥാർത്ഥ കാര്യം ഇതേ ഉള്ളൂ, എന്നെ ചേട്ടാന്ന് വിളിച്ചു, ചേട്ടാ യഥാർത്ഥ കാര്യം ഇതേ ഉള്ളൂ, ഞങ്ങൾക്ക് അവിടെ നിർത്തിയാൽ ജയിക്കാൻ പറ്റുന്ന ആളുകളില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന മലമ്പുഴ ഞങ്ങൾ ജയിക്കത്തില്ല, പുള്ളി. പിന്നെ ചില മണ്ഡലങ്ങൾ അപ്പം അവിടെ തെള്ളും കുറവുണ്ട്, ഏതാ സീറ്റിന് വേണ്ടി. അപ്പം പിന്നെ അവിടെ ഇതിനകത്തുനിന്നുള്ള ഒരാളിനെ കണ്ടെത്തുന്നു. ഇതേ അവസ്ഥയിലേക്ക് ഒന്ന് കൊട്ടാരക്കര. ഇപ്പോൾ ആദ്യം സിനുജി പറഞ്ഞത്, കൊട്ടാരക്കര ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പറയുന്നത് പോലെ നമ്മൾ പറയത്തില്ലയോ, അയാളൊരു ഭാഗ്യവാനാണ്, ഇയാളൊരു ഭാഗ്യവാനായി മാറി. ഈ ബാലഗോപാലെന്ന് പറഞ്ഞാൽ ഭാഗ്യവാൻ. പിന്നെ അയാൾ മണ്ഡലത്തിൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഈ പറയുന്ന ഇയാളുടെ ഒരു പ്രത്യേകത, ഇയാൾ സത്യസന്ധനാണ് കേട്ടോ. ഒരു കാര്യത്തിനകത്ത് ഒരു ശുപാർശ പോലും നമ്മൾ എത്ര പറയുമ്പോഴും, പാർട്ടിക്കാരൻ്റെ ആയാലും എത്ര വലിയ പരിചയക്കാരൻ്റെ ആയാലും സൗഹൃദമുള്ളവൻ്റെ ആയാലും ആ പാർട്ടി എടുക്കുന്ന തീരുമാനം പോലെ അല്ലാതെ അയാൾ ചെയ്തു കൊടുക്കത്തില്ല. കാരണം അയാളുടെ കയ്യിൽ 5 പൈസയുടെ അഴിമതിയില്ല. സാർ പറഞ്ഞ പോലെ ആരോടും ആവശ്യമില്ലാതെ മോശമല്ലാത്ത വർത്തമാനം പറയും. അപ്പം പിന്നെ മണ്ഡലത്തിൽ നമ്മൾ ഈ പറഞ്ഞ് ഇറങ്ങി നിന്ന് തിളങ്ങുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ചിരിച്ച് കളിച്ച് പ്രശ്നമുണ്ട്, അങ്ങനത്തെ ഒരു താളൊന്നുമല്ല, ഷോ ഇല്ല. പക്ഷേ മണ്ഡലം അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ 20,000 വോട്ടല്ലേ ഉള്ളൂ സിനുജി BJPക്കുള്ളത്. BJPക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമൊന്നുമല്ല. പക്ഷേ ബാലഗോപാലിന് ഐഷ പോറ്റിയെക്കാട്ടിൽ പ്രശ്നമുണ്ടാക്കിയതിന് ഈ പറയുന്ന ഈ സ്ത്രീ ആയിരുന്നെങ്കിൽ, രശ്മി ആയിരുന്നെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം പോലും ഈ ബാലഗോപാൽ 47,000 വോട്ടിന്റെ ഭൂരിപക്ഷം പോറ്റിക്കുണ്ടായിരുന്നു അവിടെ, ഐഷ പോറ്റിക്ക്. അതായത് LDF സ്ഥാനാർത്ഥിക്ക്. അത് ഇയാൾ മാറിയതുകൊണ്ട് ഭൂരിപക്ഷം കുറഞ്ഞല്ല, പോറ്റി അല്ലെങ്കിൽ ഐഷ പോറ്റി മാറിയതുകൊണ്ട് ഭൂരിപക്ഷം കുറഞ്ഞല്ല. ഇവർ വലിയ കക്ഷിയാണ് അവിടുത്തെ പ്രചരണത്. അല്ലല്ല, ജില്ലാ പഞ്ചായത്തിൽ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ ജില്ലയിൽ ഭൂരിപക്ഷമുള്ള സ്ത്രീയാ ഈ രശ്മി. മാത്രമല്ല ഇപ്പൊ ജനകീയ മുഖമുള്ള സ്ത്രീയാ. അപ്പൊ അതുകൊണ്ട് ബാലഗോപാൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് ഉറപ്പായിരുന്നു ബാലഗോപാൽ തോക്കുമെന്ന്. കാരണം ഇവരത്രയാ ബാലഗോപാൽ പിന്നെ പാർട്ടിയുടെ ഗുണം കൊണ്ടും പാർട്ടിക്ക് പ്രശ്നം എന്താണ്, ഈ ഐഷ പോറ്റി എന്ന് പറയുന്ന ആളിനെ ഈ VD സതീശൻ വന്ന് പൊതുവേദി വെച്ച് സ്വീകരിക്കുന്നു. എന്നിട്ട് കോൺഗ്രസിന് മെമ്പർഷിപ്പ് കൊടുക്കുന്നു. മെമ്പർഷിപ്പ് കൊടുത്തിട്ട് വലിയ സംഭവം ഐഷ പോറ്റി വന്നതോടുകൂടി കോൺഗ്രസിന് വലിയ ഉയർച്ച ഉണ്ടാകുന്നു. ഇത് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഐഷ പോറ്റി ആയിരിക്കും അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെന്ന്. ആ ഒരു ഒറ്റ കാര്യത്തിൽ പ്രതിഷേധിച്ചാണ് രശ്മി BJPയുടെ ഒന്നുമില്ല. അപ്പം ഇവര് ആയതുകൊണ്ട് ഈ പ്രാവശ്യം അവർ തന്നെ വരുന്ന ഒരവസ്ഥ വന്നാൽ പ്രശ്നം. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു കാര്യം അറിയാമല്ലോ,
ആ ഈ കാശുള്ളവൻ കാര്യക്കാരൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതിൻ്റെ അറിയാമല്ലോ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു പാർട്ടി സംവിധാനം കൂടെ ഇല്ലെങ്കിൽ, പ്രാപ്തിയില്ലാത്തവനാണ്, സ്വന്തമായിട്ട് പൈസ കണ്ടെത്താൻ പറ്റാത്തവനാണെങ്കിൽ അവന്റെ കടം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ത്രീ. അപ്പൊ ഈ പ്രാവശ്യം സീറ്റ് കിട്ടും, അല്ലെങ്കിൽ ഈ പ്രാവശ്യം സീറ്റ് കിട്ടിയ ഒരു MLA ആവും, ബാക്കിയുള്ള കോൺഗ്രസിന്റെ MLA-മാരെല്ലാം കാശുണ്ടാക്കുന്നവരുണ്ടാക്കാം എന്നുള്ള മാനസികാവസ്ഥയിലൊക്കെ ഇരുന്നായിരിക്കും. ഏതായാലും ഐഷ പോറ്റി വന്നു, അവതരിച്ചു, അവർ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രഖ്യാപനം ഉണ്ട്, 100% UDF-ന്റെ കാൻഡിഡേറ്റ് അവരാണ്. അപ്പോൾ അവരുടെ അടുത്ത് BJP സമീപിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ പോരൂ, എന്താണ് നിങ്ങളുടെ ഓഫർ, അവിടെ നിങ്ങളെ മത്സരിപ്പിക്കാം. രണ്ടാമത് വന്നേക്കുന്ന സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാവുന്ന BJP ഇവരൊരു ക്രൗഡ് പുള്ളർ ആണെന്ന് BJP തിരിച്ചറിയുന്നത്. അങ്ങനെ വോട്ട് സമാഹരിക്കാം. നിങ്ങളുടെ പ്രശ്നം സാമ്പത്തികമാണെങ്കിൽ ഇത്തവണ ഞങ്ങൾ സാമ്പത്തികം സഹായിക്കാം. BJPക്ക് ഇത്തവണ അവിടെ MLA ആകണമെന്നൊന്നും ഇല്ല, 2 or 3 ടേം കഴിഞ്ഞോട്ടെ. അപ്പൊ അതിലൂടെ ഇവർക്ക് മണ്ഡലം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു റിസൾട്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് വെച്ച് നോക്കുമ്പോ കോൺഗ്രസിന്റെ ഇത്തവണത്തെ പെർഫോമൻസ് ദയനീയമായിരിക്കും. കോൺഗ്രസിന്റെ സാറേ ഇതിനകത്ത് 20,000 വോട്ടാണ് BJPക്ക് ഇവിടെ ഉള്ളത്. ഈ BJPക്കുള്ള വോട്ടെന്ന് പറയുമ്പോൾ ആ വോട്ടിനകത്ത് അവർക്ക് വർധന ഉണ്ടാക്കാൻ സാധിക്കും ഇവരുടെ ജനകീയ സ്വാധീനം കൊണ്ട്. അപ്പോൾ ആ വോട്ടിനകത്ത് വർധന ഉണ്ടാകുമ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള പോക്ക് ഇപ്പൊ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ശരിക്കും നമ്മൾ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ഐഷ പോറ്റിയും ഈ പറയുന്ന രശ്മിയും കൂടെ മത്സരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കൊട്ടാരക്കര വരുന്നത്. അവിടെ നമ്മൾ പറയുന്ന നേട്ടം ഉണ്ടാകും. ആർക്കുണ്ടാകും? BJPക്ക് നേട്ടം ഉണ്ടാകും. എങ്ങനെ ഉണ്ടാകും? BJPക്ക് ഇവരെ വെച്ചിട്ട് വോട്ടിംഗ് ശതമാനം കൂട്ടുവാൻ സാധിക്കും. ആ വോട്ടിംഗ് ശതമാനം കൂട്ടുന്ന വോട്ട് BJPയുടെ ഭാഗമായിട്ട് കാലാകാലങ്ങളിൽ നിർത്താൻ സാധിച്ചാൽ അതൊരു BJPക്ക് നേട്ടമാണ്. അതും ആവശ്യമുണ്ട്. അതുകൊണ്ട് 100% ഈ ബാലഗോപാൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി യാതൊരു കാരണവശാലും ഒരു പ്രശ്നവുമില്ലാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് അവിടെ ഇരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ബാലഗോപാലിന് ഒരു മണ്ഡലത്തിൽ അയാൾ ഇറങ്ങി നിന്നുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ജനപ്രതിനിധിയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ബാലഗോപാൽ മണ്ഡലം വികസിപ്പിച്ച ബാലഗോപാലാണ്. മണ്ഡലത്തിൽ വികസനം നല്ല വൃത്തിയായിട്ട് നടന്നിട്ടുണ്ട്. അപ്പം മാത്രമല്ല എല്ലാം കൂടെ ഈ ഒരു കാരണങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ബാലഗോപാൽ ഈസി വാക്കുറ VD സതീശൻ വിചാരിച്ചത് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചിരുന്ന ഈ ഐഷ പോറ്റിയാകുമ്പോൾ അവിടെ പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു മണ്ഡലം അട്ടിമറിച്ചെടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഐഷ പോറ്റിക്ക് പറ്റിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഐഷ പോറ്റി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി 5 കൊല്ലം CPM, അത് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം തുടർച്ചയായിട്ട് MLA ആക്കി. പിന്നെ അവർക്ക് അടുത്തറിയാവുന്ന ആൾക്കാർക്കറിയാം അവരുടെ ഭർത്താവ് ക്യാൻസർ രോഗിയായിരുന്നു. ആ സമയത്ത് പാർട്ടിയോട് എന്ന് പറഞ്ഞു എന്നെ ഇനി ശല്യം ചെയ്യരുത്, ബുദ്ധിമുട്ടിക്കരുത്, എനിക്ക് പോകണം, അങ്ങനെ പറഞ്ഞിട്ട് പാർട്ടി അവരെ ഒഴിവാക്കുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ ഒഴിവായി പോയിട്ട് ഇവരെ നമ്മുടെ ഈ ലോയേഴ്സ് യൂണിയന്റെ സംസ്ഥാന യൂണിയൻ ഇടതുപക്ഷത്തിന്റെ ലോയേഴ്സ് യൂണിയൻ അറിയാലോ, അതിന്റെ സംസ്ഥാന ഭാരമാക്കി. പിന്നെ കൊല്ലം പോലെ ഒരു പാർട്ടിക്കകത്ത് DC മെമ്പർ എന്ന് പറഞ്ഞാൽ മോശം വന്നു. കൊല്ലത്തെ പാർട്ടി DC മെമ്പർ എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ണൂർ കഴിഞ്ഞാൽ ആലപ്പുഴയെക്കാട്ടി 2ാമത്തെ പാർട്ടിയുള്ള സംവിധാനമുള്ള കൊല്ലം. അവിടുത്തെ DC മെമ്പർ അല്ലേ, ഇവരെ ഒഴിവാക്കിയൊന്നുമില്ല. എവിടെയോ ഒരു മന്ത്രി മോഹം കിടക്കുന്നു. മന്ത്രിയാകുന്ന അവസരം വന്നപ്പോൾ എനിക്ക് മത്സരിക്കാൻ ഒരു സാധ്യത ഉണ്ടായില്ല. മന്ത്രിമോഹം, അതായത് നമ്മുടെ ശ്രീലേഖയുടെ തിരുവനന്തപുരത്തെ മേയർ മോഹം പോലെ തന്നെ ഇവരുടെ മന്ത്രിമോഹം തന്നെയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു എന്തായാലും ഈ 2 ക്യാരക്ടേഴ്സിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോഴേ ഈ കടം വീട്ടാൻ പാർട്ടി മാറുക, അല്ലെങ്കിൽ ഒരു മന്ത്രിമോഹം കൊണ്ട് ബാക്കി എല്ലാം തന്നിട്ട് ഒരു മന്ത്രി തന്നില്ല, ഒരു പപ്പടം വലുതായി വലിപ്പം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി മാറുക, മുന്നണി മാറുക. അവിടെ എനിക്ക് ദൂരെ നിന്നുള്ള പരിചയമേ ഉള്ളൂ എങ്കിലും SFI കാലം തൊട്ടുള്ള ദൂരെ നിന്നുള്ള പരിചയം വെച്ചിട്ട് അത്തരം സില്ലി കാരണങ്ങൾക്ക് വേണ്ടിയിട്ട്, ചീപ്പായ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട്, പെറ്റി കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയം വിട്ട് നിലപാട് മാറാനൊന്നും ഒരു കാലത്തും ആവാൻ സാധ്യതയില്ലാത്ത ഒരു നേതാവ് തന്നെയാണ്, ഉറച്ച നിലപാടുള്ള ഒരു നേതാവ് തന്നെയാണ് KN ബാലഗോപാൽ. അതിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ ഒരാൾ ജയിക്കട്ടെ, ജയിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. ഇപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് അവിടെ വലിയ ഇടിവുണ്ടാവും. അത് BJP എൻകാഷ് ചെയ്ത് വളരുകയും ചെയ്യും. കോൺഗ്രസ് തകരുകയും BJP വളരുകയും ചെയ്യട്ടെ. കൊള്ളാവുന്ന ഒരു നേതാവ് എന്ന നിലയിൽ KN ബാലഗോപാൽ ജയിക്കുകയും ചെയ്യട്ടെ. എന്തായാലും ശക്തമായ ത്രികോണ മത്സരം തന്നെ ഇത്തവണ കൊട്ടാരക്കര ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഇടതുപക്ഷത്തിന് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അത് ഇടതുപക്ഷത്തിന് എന്നും ഒരു ഫിക്സഡ് സീറ്റായിട്ട് മാറും. അതല്ല BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ അവർ ഭാവിയിൽ ആ സീറ്റ് ലക്ഷ്യം വെച്ചുള്ള CPM നേർക്കുനേരെ പറഞ്ഞാൽ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് വെച്ച് ക്രിമിനൽ സ്വഭാവമില്ലാത്ത, സത്യസന്ധതയുള്ള, മാന്യമായി പെരുമാറുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെ ഒരു നേതാവ് കൊട്ടാരക്കരയെങ്കിലും ഇരിക്കട്ടെ.
അത് കേരള രാഷ്ട്രീയത്തിന് നല്ലതാണല്ലോ. അതെ CPM-ലെ മറ്റു പല നേതാക്കന്മാരും ബാലഗോപാലിനെ വിശ്വസിച്ചേൽപ്പിക്കാം കേട്ടോ. അതിനകത്ത് ഒരു കുഴപ്പമുള്ള ആളല്ല ആ കാര്യത്തിൽ. വരട്ടെ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.